കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ കൊച്ചിയിലുള്ള തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി നൽകുന്ന CSML കിയോസ്കുകളുടെ ഒന്നാംഘട്ട വിതരണോദ്ഘാടനം കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ നിർവഹിച്ചു. ഫോർട്ട് കൊച്ചി വാസ്കോ ഡ ഗാമ ചർച്ചിന് സമീപം സംഘടിപ്പിച്ച ചടങ്ങിൽ കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച 56 കിയോസ്കുകളാണ് തെരുവ് കച്ചവട തൊഴിലാളികൾക്കായി വിതരണം ചെയ്തത്. CSML CEO ഷാജി V. നായർ മുഖ്യ അതിഥിയായ ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ KA അൻസിയ അധ്യക്ഷത വഹിച്ചു. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരുവ് കച്ചവടക്കാരുടെ പുനരധിവാസവും CSML കിയോസ്കുകളുടെ ഒന്നാംഘട്ട വിതരണോദ്ഘാടനവും നടത്തി. ഫോർട്ട് കൊച്ചി വാസ്കോ ഡ ഗാമ ചർച്ചിന് സമീപം നടന്ന ചടങ്ങ് കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണം എന്ന് തോന്നുന്ന നിലയിൽ ഭംഗിയായി ഇത് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച CSMLനെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ ഈ ഡിവിഷനിൽ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ആവശ്യമായ സഹകരണം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് അഡ്വക്കേറ്റ് PS വിജു വഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ നഗരസഭയിൽ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ നമ്മൾ കുറേ നിയമനിർമ്മാണങ്ങൾ നടത്തിയിരുന്നു. അത് നമ്മുടെ വഴിയോര കച്ചവടക്കാരും ശരിക്കും മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. CSML CEO ഷാജി V. നായർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ആദ്യ കിയോസ്ക് അഷ്കറിന് തുറന്നു നൽകി. കൊച്ചിയിൽ ഇതുവരെ ഏതാണ്ട് 2351 തെരുവ് കച്ചവട തൊഴിലാളികളെയാണ് വിവിധ പ്രക്രിയകളിലൂടെ കണ്ടെത്തി തെരുവ് കച്ചവടത്തിനായി അംഗീകാരം നൽകിയിരിക്കുന്നത്. കൊച്ചി നഗരസഭാ പരിധിയിൽ ഏതാണ്ട് 67 തെരുവ് കച്ചവട മേഖലകളാണ് നിലവിലുള്ളത്. കേരളത്തിലെ നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ആദ്യമായി കൊച്ചിയിലാണ് തെരുവ് കച്ചവട ബൈലോ വെൻഡിംഗ് പ്ലാൻ, അംഗീകൃത വെൻഡിംഗ് സോണുകൾ എന്നിവ നിലവിലുള്ളത്. കൊച്ചി നഗരസഭ തയ്യാറാക്കിയ തെരുവ് കച്ചവട ബൈലോ ഇന്ന് മറ്റ് കോർപ്പറേഷനുകളും മാതൃകയാക്കിയിരിക്കുന്നു. കൊച്ചിയിലെ തെരുവ് കച്ചവട തൊഴിലാളികളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് CSML രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച 56 കിയോസ്കുകൾ തെരുവ് കച്ചവട തൊഴിലാളികൾക്ക് വിതരണം ചെയ്തത്. ഡെപ്യൂട്ടി മേയർ KA അൻസിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് കൗൺസിലർ അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ സ്വാഗതം പറഞ്ഞു. നമുക്കറിയാം, ആധുനിക രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ CSML നല്ല രീതിയിൽ തന്നെ ഇത്തരം കടകൾ കെട്ടിത്തന്നു. അത് നല്ല രീതിയിൽ തന്നെ കാത്തു സൂക്ഷിക്കണം എന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഇതിങ്ങനെ കിടക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഇതിലെ കൂടി നടന്നു പോകുമ്പോൾ ഈ പ്രദേശം തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്ഥലമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പ്രകൃതി ഭംഗിയും എല്ലാം കൂടി ഈ കടകളിലെ ആ റോറായിട്ട് ഇരിക്കുന്ന ആ കടകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെ CSML ചെയ്ത് നമ്മൾ ഈ കട കെട്ടിയതിന് ശേഷം ഒരുപാട് ഇതിൻ്റെ പുറകെ CSMLുമായി ബന്ധപ്പെട്ടും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടും നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് ഇത് തുറന്നു നൽകാൻ ഇന്ന് സാധിക്കുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CD വത്സലകുമാരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CA ഷക്കീർ, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ടീച്ചർ, നികുതി ആൻഡ് അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാലിനി കുറുപ്പ്, വിദ്യാഭ്യാസ കായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത്, കൗൺസിൽ പ്രതിനിധി അഡ്വക്കേറ്റ് PS വിജു, AR പത്മദാസ്, CITU ജില്ലാ സെക്രട്ടറി സുരേഷ് CS, AITUC ജില്ലാ സെക്രട്ടറി അഷ്റഫ് TA, TUCI അംഗം രജനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അപ്പോൾ നമ്മൾക്കും അത് ആവശ്യമാണ്. കാരണം ഡ്രസ്സുകളൊക്കെ ഇവിടെ ഡ്രസ്സാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ കച്ചവടം. അപ്പോൾ അത് ഈ മഴ ഇവിടെ കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണ് ഭയങ്കര. പിന്നെ മാത്രമല്ല എല്ലാ ദിവസവും ഈ നമ്മുടെ താലൂക്ക് ഓഫീസിൽ നിന്ന് വന്നിട്ട് എല്ലാ നമുക്ക് ഏറ്റവും പ്രധാന ദിവസം എന്ന് പറഞ്ഞത് ജനുവരി 1-ാം തീയതി. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് എന്ന് വരുമ്പോൾ എല്ലാ വർഷവും ഇവിടെ നിന്ന് മാറ്റുക, കുറയ്ക്കുക പ്രശ്നങ്ങളാണ്. എന്നും ഇതിന് തർക്കങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഇത്ര മനോഹരമായി, ഇപ്പം എത്ര മനോഹരമാണോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ളതിൽ ഇപ്പം ഏറ്റവും നല്ല മനോഹരമാണ്. അങ്ങനെ ഒരു വീക്ഷണത്തിന്റെ, ഒരു ദിശാബോധത്തിന്റെ, ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടപ്പിലാക്കാൻ കഴിയും. ഒട്ടേറെ കാര്യങ്ങളിൽ നിന്ന് ഒരേ സമയം ഈ നാട്ടിലെ നഗരത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കാനും നഗരത്തിലെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും ചെയ്യുക എന്നതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ ഇവിടെ പറഞ്ഞു. മറ്റുള്ളതെല്ലാം ഇവിടെ കാര്യം പറഞ്ഞു. ഞാൻ അതിലേക്ക് കിടക്കുന്നത്. ഇവിടെ ഇപ്പോൾ 24 പേർക്കുള്ള പങ്കാണ് നമുക്കിവിടെ വിതരണം ചെയ്യുന്നത്. ആ 23 പേർ ഇവിടെ തന്നെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കാണ് ഇപ്പോൾ നമ്മൾ വിതരണം ചെയ്യുന്നത്. ചടങ്ങിൽ കൊച്ചി നഗരസഭാ സെക്രട്ടറി PS ഷിബു കൃതജ്ഞത അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാട്ടിലേക്ക് പോകാം, വാട്ടിൽ
സോൾട്ടിലേക്ക് പോകാം. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി.